നമ്മെ സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനെ ആരാധിക്കാനാണ്. ഈ റബ്ബുൽ ഇസ്സത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് നാം ഇവിടെ മുന്നിടേണ്ടത് നമ്മുടെ പരിസരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ കഅബയെയാണ് എന്ന് അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നു. ഈ വിശുദ്ധ കഅബ ഭൂമിയിൽ സ്ഥാപിച്ചതിനെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസ്, ആരാധനയ്ക്കായി അള്ളാഹുവിനെ ആരാധിക്കാനായി ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ വീട് ലല്ലദീ ബി ബക്ക, ബക്കയിലുള്ള വീടാണ്. ബക്ക മക്കയുടെ പേരാണ്. ബക്ക എന്നത് മക്കയുടെ പേരുകളിലൊരു പേരാണ്. ലല്ലദീ ബി ബക്ക, ബക്കയിലുള്ളതായ വീടാണ്. മുബാറക്ക, പവിത്രതയുള്ള വീടാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശൈലിയാണ് നിങ്ങൾ കേൾക്കുന്നത്. പവിത്രതയുള്ള വീടാണ്. പിന്നെയോ വഹുദൽ ലിൽ ആലമീൻ, മനുഷ്യരാശിക്ക് മാത്രമല്ല ആലം സർവസൃഷ്ടികൾക്ക് അത് സന്മാർഗമാണ്. അത് സന്മാർഗം കാട്ടുന്ന, വഴി കാട്ടുന്ന, അതിലൂടെയാണ് അവർ വഴി കണ്ടെത്തുക. അതിനെ മുന്നിടലിലൂടെയാണ് റബ്ബിൻ്റെ അടുക്കിലേക്ക് എത്താൻ പറ്റുക, റബ്ബിൻ്റെ പ്രീതി കരഗതമാക്കാൻ പറ്റുക. നമ്മൾക്കറിയാവുന്നതുപോലെ ലോകത്തിൽ സ്ഥാപിക്കപ്പെടുന്ന പള്ളികൾ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിടം മുതൽ ഈ കഅബയിലേക്ക് മുന്നിടാൻ മദീനയിലേക്ക് എത്തിയ ശേഷം നിർബന്ധമായ നിയമം വരുന്നു. ഈ കഅബയിലേക്ക് മുന്നിടാൻ അള്ളാഹുവിൻ്റെ വിധി വരുന്നു. അപ്പോൾ നമുക്ക് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ പ്രീതികരമാക്കണമെങ്കിൽ ആ വീട്ടിനെ മുന്നിട്ടിട്ട് നമസ്കരിക്കണം എന്ന് വെക്കുമ്പോൾ ആ വീടും നാമുമായുള്ള ബന്ധം എത്രയായിരിക്കണം, ആ വീടിനെ നാം എങ്ങനെ ആദരിക്കണം, ആ വീടിന് അള്ളാഹു നൽകിയതായ പ്രാധാന്യം എത്രയുണ്ട് എന്നതൊക്കെ മനസ്സിലാക്കാൻ ദൂരം പോകേണ്ടതില്ല. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേൾക്കുന്നവരാസകലം ആ വീട്ടിന് നൽകേണ്ടതായ പ്രാധാന്യം മക്ക കണ്ടവരാവട്ടെ കാണാത്തവരാവട്ടെ നൽകിയിട്ടുണ്ടോ ഇല്ലേ എന്നത് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നാം ചരിത്രം പഠിച്ചാൽ മാത്രം പോരാ. ഫഖുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ, നിങ്ങൾ അവർക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കേണ്ടത് അവർ ചിന്തിക്കാൻ വേണ്ടിയാണ്, ഓർക്കാൻ വേണ്ടിയാണ്, പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നാം കഅബയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ, ഗ്രഹിച്ചു കഴിഞ്ഞാൽ കഅബവും നാമുമായുള്ള ബന്ധം എത്രയുണ്ട്, ആ ബന്ധം നിലനിർത്തി പോരുന്നുണ്ടോ, അതിൽ വീഴ്ച വരാറുണ്ടോ, വന്നിട്ടുണ്ടോ എന്ന പരിശോധന നാം നടത്തണം. എന്നാലേ നാം ലക്ഷ്യത്തിലേക്ക് എത്തിയവരായി മാറുകയുള്ളൂ. ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തിൽ ലത്തി ഹറമഹാ, എന്നോട് കൽപ്പിക്കപ്പെട്ടത് ഈ നാട്ടിനെ പവിത്രതയുള്ള നാടാക്കി മാറ്റിയതായ റബ്ബിനെ ആരാധിക്കാനാണെന്ന് നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കൂ മുഹമ്മദ് നബിയെ. ഈ വീട്ടിന് പവിത്രത നൽകിയതായ റബ്ബിനെ ആരാധിക്കാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കൂ എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാനുൽ അലീമിൽ പറയുമ്പോൾ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ആ നാട്ടിനെ പവിത്രത ഉള്ളതാക്കി മാറ്റി എന്ന് ഖുർആനിലൂടെ പറഞ്ഞതായ ചില ആയത്തുകളിൽ നിന്നിട്ട് ഒന്നാണ് നിങ്ങൾ കേട്ടത്. വലഹു കുല്ലു ഷൈ, സർവ്വതും അവനാണ്. ഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, മുസ്ലിമായി ജീവിക്കാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതെ, അപ്രകാരം തന്നെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഈ നാട്ടിലേക്ക് വന്ന വാർത്ത നിങ്ങൾക്കറിയാം. ഈ നാട്ടിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ലോകം കണ്ട രണ്ട് നേതാക്കളെ തൊട്ട് സംസാരിക്കാതെ ഈ നാട്ടിനെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റുന്നതല്ലല്ലോ. ലോകം കണ്ട ഏറ്റവും വലിയ 2 നേതാക്കൾ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത സ്റ്റാൻഡേർഡ് ലഭിച്ചവരാണ് ഭൂമിയിൽ ജീവിക്കുന്നവരിൽ. അഥവാ ഖുല്ലത്തി എന്ന പദവി ലഭിച്ചവരാണ്. ഖുല്ലത്തി എന്നത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന
സ്റ്റാൻഡേർഡിൽ ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡാണ്, ഏറ്റവും ഉയർന്ന പദവിയാണ് ഖലീൽ. അള്ളാഹുവിന് 2 ഖലീലന്മാർ മാത്രമാണ് ഭൂമിയിലുള്ളത്. ഒന്ന് മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ ഖലീലാണ്. രണ്ടാമത്തത് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഈ 2 പേര് മാത്രമാണ് ഖുല്ലത്തി എന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയവർ. ആ 2 വ്യക്തികളിലൂടെയാണ്, അവരുമായി കറങ്ങുന്ന സംഭവമാണ് ഈ വിശുദ്ധ കഅബയുമായി ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് തൊട്ട് സംസാരിക്കാനുള്ളതായ സംഭവങ്ങൾ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇറാഖിൽ നിന്ന് ഹിജ്റ വന്നു ഷാമിലേക്ക്. അവിടെ നിന്ന് പിന്നെ വിശുദ്ധ മക്കയിലേക്ക് വന്നു. അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ചിട്ടാണ് അവരുടെ വരവ്. അങ്ങനെ അവർ പലതവണയായി വന്നിട്ടുണ്ട്. നീട്ടിവലിച്ച് സംസാരിക്കാൻ നമുക്ക് ടൈമില്ല. നമുക്ക് നമ്മുടെ വിഷയത്തെ ബാധിക്കുന്ന ഭാഗങ്ങൾ മാത്രം തൊട്ട് സംസാരിക്കാം. അവർ ഇവിടെ വന്നുകൊണ്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വന്ന യാത്രയിൽ ഹാജർ അലൈഹിസ്സലാമും കൂടെ കുഞ്ഞോമന പൈതലായ ഇസ്മായിൽ അലൈഹിസ്സലാമും ഉള്ളതായ യാത്രയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. മക്കയിലേക്ക് വരുന്നു, കുഞ്ഞോമന പൈതലിനെയും ഹാജറിനെയും വിട്ടുപേഴിച്ചു പോകുന്നു. ആ സന്ദർഭത്തിൽ അവരുടെ വസ്ത്രം പിടിച്ചുകൊണ്ട് 2 3 തവണ നിങ്ങൾ ഞങ്ങളെ ഈ മരുഭൂമിയിൽ, ഈ ജനവാസ കേന്ദ്രമല്ലാത്ത സ്ഥലത്ത്, ഈ കൃഷിയില്ലാത്ത വെള്ളമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ ചെയ്യുന്നത് എന്ന് 2 3 തവണ ചോദിച്ചപ്പോൾ മറുപടി പറയാൻ പോക്കറ്റിലില്ലാത്ത ഇബ്രാഹിം അവരവസാനം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടാണോ നിങ്ങളുടെ പോക്ക്, അല്ല നിങ്ങളുടെ സ്വന്തം ഇഷ്ടമനുസരിച്ചിട്ടാണോ ഞങ്ങൾ ഒഴിവാക്കി പോകുന്നത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് എന്ന മറുപടി ലഭിച്ചു. അപ്പോൾ എന്നാൽ പോയിക്കൊള്ളീൻ, ഇന്നല്ലാഹ ലാ യുദയ്യിഉനാ അബദാ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ വെറുതെ പാഴാക്കി കളയുന്നതല്ല. എന്താണ്, ഏത് രൂപത്തിലാണ് നമുക്ക് ഈ ഈമാനിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക? എന്തൊരു ഈമാനാണത്? ഒരു സ്ത്രീയാണത്, ഒരു പെണ്ണാണത് പറയുന്നത്. ഏത്? അള്ളാഹു ഞങ്ങളെ പാഴാക്കി കളയുന്നതല്ല, പൊയ്ക്കോളീൻ. കുഞ്ഞോമന പൈതൽ, ഒരു തുള്ളി വെള്ളം അവിടെയില്ല, കൂടെ കൊണ്ടുവന്ന വെള്ളമല്ലാതെ, അത് തീർന്നാൽ അവസാനിച്ചു. കൂടെ കൊണ്ടുവന്നതായ ആ തോൽക്കൊട്ടയിലുള്ളതായ ഭക്ഷണവും പാനീയവുമല്ലാതെ അത് അവസാനിച്ചാൽ തീർന്നു. അവിടെ മനുഷ്യന്മാരില്ല, അവിടെ ഭക്ഷണമില്ല, അവിടെ വെള്ളമില്ല, ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥലത്ത് ഉപേക്ഷിച്ചു പോവുകയാണ്. പറഞ്ഞു, പോയിക്കൊള്ളുക, അള്ളാഹു ആണ് നിങ്ങളോട് കൽപ്പിച്ചതെങ്കിൽ എനിക്കതിൽ എതിർപ്പില്ല, പ്രതിഷേധമില്ല. പോകുന്നു ഇബ്രാഹിം. വിട്ടോ? ഇല്ല. ഇബ്രാഹിം മനുഷ്യനാണ്. മനുഷ്യ സഹജമായ ഖേദവും ദുഃഖവും പ്രയാസവും അവരുടെ ഹൃദയത്തിൽ അലട്ടുന്നുണ്ടായിരിക്കാം, സംശയമേ ഇല്ല. പക്ഷേ അതിനെല്ലാം മികച്ചു നിൽക്കുന്നതാണ് ഈമാൻ. ആരുടെ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഈമാൻ. ആ ഈമാനാണ് അവരെ പ്രേരിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് പരിഗണന നൽകാൻ. പോകുന്നു ഇബ്രാഹിം, അല്പം മുന്നോട്ട് ചെല്ലുന്നു. അവരുടെ ശ്രദ്ധയിൽ നിന്നിട്ട് കുഞ്ഞോമന പൈതലും ഭാര്യയും വിടവാങ്ങുന്നതിന് മുമ്പായിട്ട് റബ്ബിനോട് ചോദിക്കുന്നു, റബ്ബിലേക്ക് കേണപേക്ഷിക്കുന്നു, റബ്ബിനോട് ആവശ്യപ്പെടുന്നു. റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാ ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനത്ത് തമറാത്ത് ലഅല്ലഹും യശ്കുറൂൻ. രക്ഷിതാവേ, ഇതാ ഇവരെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് കുഞ്ഞോമന പൈതലിനെയും മുലകുടിക്കുന്ന കുട്ടിയെയും ഹാജറിനെയും എവിടെയാണ്? കൃഷിയില്ലാത്ത സ്ഥലത്ത്, മരുഭൂമിയിൽ, താഴ്വരയിൽ. എങ്ങനെയുള്ള താഴ്വരയാണ്? അവിടെ ഇല്ല. പക്ഷേ ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പവിത്രതയുള്ള വീട്ടിൻ്റെ പരിസരത്തിലാണ്. അന്ന് അവിടെ വീടില്ല. അന്ന് ആ സന്ദർഭത്തിൽ വീടിൻ്റെ തറയുടെ സ്ഥലത്ത് ഒരു മൺകൂമ്പാരം മാത്രമാണുള്ളതെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിശദീകരണത്തിൽ കാണാം. ഇൻദ ബൈതികൽ മുഹറം,
ഒന്നിരിക്കൽ കെട്ടാൻ പോകുന്ന വീട്ടിലേക്ക് സൂചനയായിരിക്കാം, അല്ലെങ്കിൽ മുമ്പ് തന്നെ ആ വീടുണ്ടായി എന്ന അഭിപ്രായത്തിലേക്ക് സൂചനയായിരിക്കാം. അല്ലാഹു ആലം. നമുക്ക് പരിചയമുള്ളത് ഇബ്രാഹിം കെട്ടിയ വീടിനെ കുറിച്ചാണ്. അതിനു മുമ്പ് അവിടെ വീടുണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. ചരിത്രകാരന്മാരെല്ലാം പറഞ്ഞത് ഇസ്രായേലിസത്തിലൂടെ വന്നതായ വാർത്തകളാണ്. ഉണ്ടായിരിക്കാം. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഇൻദ ബൈതിക്കൽ മുഹറം, പവിത്രതയുള്ള വീട്, പവിത്രതയുള്ള വീട് എന്ന പദമാണ് ഉപയോഗിച്ചത്. പണ്ട് തന്നെ അതിന് പവിത്രത നൽകിയും കൊണ്ടാണ് സ്ഥാപിച്ചതും സ്ഥാപിക്കാൻ ഓർഡർ വന്നതും സ്ഥാപിക്കപ്പെട്ടതും. അത് സ്ഥാപിച്ചതായി ഇബ്രാഹിം പറയുന്ന പദത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാം. പിന്നെന്തിനാണ് റബ്ബന രക്ഷിതാവേ ലിയുഖീമുസ്സലാ, അവരെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത്, ഈ കഅബയെ, ഈ വീടിനെ ആധാരമാക്കി അവരെന്ത് ചെയ്യണം? അവർ നമസ്കാരത്തെ സ്ഥിരമായി നിർത്തിക്കൊണ്ടിരിക്കണം. ഇഖാമത്തുസ്സലാത്ത് നടക്കണം. അത് ആദ്യത്തെ ലക്ഷ്യമാണ് പറയുന്നത് ഇവിടെ. കഅബത്തെ കെട്ടാൻ വേണ്ടി, ഈ വിശുദ്ധ കഅബത്തെ കെട്ടാൻ വേണ്ടിയുള്ള കൽപ്പനയിൽ സൂറത്തുൽ ഹജ്ജിൽ വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈതി, ഇബ്രാഹിമിന് നിങ്ങൾ ഇവിടെയാണ് കഅബയെ കെട്ടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആ സ്ഥാനത്തെ, കെട്ടേണ്ടതായ തറയെ കാണിച്ചു കൊടുത്ത രംഗത്തെ നിങ്ങൾ പഠിക്കണം, ഓർക്കണം, ഗ്രഹിക്കണം, മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഹജ്ജിൽ റബ്ബ് ചർച്ച ചെയ്തതായ സ്ഥലത്ത് അവിടെ കെട്ടുന്നതിന് മുമ്പ് പറഞ്ഞ ലക്ഷ്യം എന്താണ്? അല്ലാ തുശ്രിക് ബീ ശൈആ, എൻ്റെ കൂടെ നിങ്ങൾ ആരെയും ശിർക്ക് വെക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കഅബം കെട്ടുന്നത് എന്ന് പറഞ്ഞു. അഥവാ ശിർക്ക് നിർമാർജന കേന്ദ്രമാവാൻ പോകുന്ന സാധനമാണ് കഅബ എന്നവിടെ പഠിപ്പിച്ചു. ഇവിടെ കെട്ടാൻ വേണ്ടി, കെട്ടിയ ശേഷമുള്ള ലക്ഷ്യത്തെക്കുറിച്ച് ഇബ്രാഹിം പറഞ്ഞ പ്രാർത്ഥനയിൽ ലിയുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്താൻ വേണ്ടി എന്നും പഠിപ്പിച്ചു. അപ്പോൾ കഅബത്തിന്റെ പ്രത്യേകത നാം പഠിക്കുമ്പോൾ പവിത്രതയുള്ള ഭൂമിയാക്കിയത് എന്തിനു വേണ്ടിയാണ്? ഒന്നാമത്തെ ലക്ഷ്യം ശിർക്ക് നിർമാർജന കേന്ദ്രമാണ്. പ്രാർത്ഥിക്കപ്പെടേണ്ടത് അള്ളാഹിനോട് മാത്രമാണ്, ആരാധിക്കേണ്ടത് അള്ളാഹിനെ മാത്രമാണ്, അർക്കേണ്ടത് അള്ളാഹ്ക്ക് മാത്രമാണ്, നേർച്ചയാക്കേണ്ടത് അള്ളാഹ്ക്ക് മാത്രമാണ്. ഹൃദയത്തിൻ്റെ അകത്തിൽ നിന്നിട്ട് യഥാർത്ഥ ഭയപ്പെടേണ്ടത് അള്ളാഹിനെ മാത്രമാണ്. ഹൃദയത്തിൻ്റെ അകത്തിൽ നിന്നിട്ട് യഥാർത്ഥ സ്നേഹം സ്നേഹിക്കേണ്ടത് അള്ളാഹിനെ മാത്രമാണ്. അങ്ങനെ ആരാധനയുടെ തവക്കുലിൻ്റെ എല്ലാ മജ്ജയും ഉൾക്കൊള്ളുന്ന ആ പ്രാർത്ഥന അത് അള്ളാഹ്ക്ക് മാത്രമാകണം എന്ന തത്വം സ്ഥാപിക്കാൻ വേണ്ടിയാണ് കഅബത്തെ കെട്ടേണ്ടത് എന്ന് കെട്ടുന്നതിന് മുമ്പ് കെട്ടാൻ പോകുന്ന കഅബയുടെ ആ അടിത്തറയിലേക്ക്, തറയിലേക്ക് സൂചന നൽകിയും കൊണ്ട് റബ്ബ് സംസാരിച്ച ശൈലി എവിടെയുണ്ട്? സൂറത്തുൽ ഹജ്ജിലുണ്ട്. നാം സംസാരിച്ചതായ ഈ ആയത്തിലോ ഇവിടെ ലിയുഖീമുസ്സലാ, എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്? നമസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി. അതുപോലെ തന്നെ മനുഷ്യരാശിയുടെ ഹൃദയത്തെ ഈ ഭൂമിയിലേക്ക്, ഈ നാട്ടിലേക്ക്, ഈ നാട്ടിലുള്ള ജനങ്ങളിലേക്ക് നീ ആകർഷിപ്പിക്കണമേ രക്ഷിതാവേ. പിന്നെയാണ് ഇവർക്ക് ഉൽപ്പന്നങ്ങൾ നൽകണം എന്ന പ്രാർത്ഥന വരുന്നത്. അതെല്ലാം ഇവിടെ സഫലീകരിക്കപ്പെട്ടു. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഇവിടെ വന്ന ഉടനെ തന്നെ നുബുവത്ത് നബിക്ക് കിട്ടിയതിൻ്റെ ശേഷം ഇവിടെ നമസ്കാരം തൗഹീദ് സ്ഥാപിക്കപ്പെട്ടു, നമുക്കറിയാവുന്നതുപോലെ. പിന്നെ നമസ്കാരം സ്ഥാപിക്കപ്പെട്ടു, ജമാഅത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ടു. എന്നിട്ടോ നിന്നില്ല. ലോകത്തിലുള്ളതായ പള്ളികളാസകലം ഈ പള്ളിയിലേക്ക്, ഈ കഅബയിലേക്ക് മുന്നിട്ടിട്ടായിരിക്കണം അതിൽ നടക്കുന്ന പ്രാർത്ഥനകൾ, അതിൽ നടക്കുന്നതായ ആരാധനകൾ എന്ന നിയമവും വന്നു. എന്ത്? മദീനയിലിറങ്ങിയതായ നിയമത്തിൽ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് മുന്നിട്ടിട്ടായിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടത്. അഥവാ ഈ ഭൂമിയുടെ പ്രത്യേകത മുസ്ലിം ലോകം 5 നേരം മനസ്സിലാക്കണം, ഓർക്കണം, ഗ്രഹിക്കണം, ബന്ധപ്പെട്ട് ജീവിക്കണം. എന്നാലേ അള്ളാഹിൻ്റെ പ്രീതി ഇറങ്ങുകയുള്ളൂ, എന്നാലേ അള്ളാഹുവിനെ ആരാധിച്ചവരായി അവർ മാറുകയുള്ളൂ എന്നത് പഠിപ്പിക്കാൻ വേണ്ടി